ഒരടി മുന്നോട്ട് രണ്ടടി പിന്നോട്ട്. ഇതാണ് കഴിഞ്ഞ 9 വർഷമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ മുഖമുദ്ര. ഇരട്ടച്ചങ്കൻ എന്ന കൃത്രിമ ഇമേജിൽ പടുത്തുയർത്തിയ ഭരണകൂടം ഇന്ന് സോഷ്യൽ മീഡിയയിൽ യൂടേൺ ചങ്കൻ എന്ന് പരിഹസിക്കപ്പെടുമ്പോൾ അത് കേവലം ട്രോളുകൾ മാത്രമല്ല, മറിച്ച് ഒരു ജനതയുടെ മൊത്തം പ്രതിഷേധമാണ്. പാർട്ടിയിലോ മുന്നണിയിലോ ഒരു കൂടിയാലോചനയും നടത്താതെ അടച്ചിട്ട മുറിയിലിരുന്ന ഏതോ ഉപദേശിപ്പട നൽകുന്ന വികലമായ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ തുനിയുകയും പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉയരുമ്പോൾ വാലും ചുരുട്ടി പിന്മാറുകയും ചെയ്യുന്ന ഈ രീതി ജനാധിപത്യത്തിന് തന്നെ അപമാനമല്ലേ? സ്പ്രിംഗ്ലർ കരാർ മുതൽ ഏറ്റവും ഒടുവിലത്തെ പാരടിപ്പാട്ട് വിവാദം വരെ നീളുന്ന ഈ പട്ടിക പരിശോധിച്ചാൽ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധികാരഗർവും വിവേകശൂന്യമായ തീരുമാനങ്ങളും പാർട്ടിക്കും സർക്കാരിനും എത്രത്തോളം ആഘാതം ഉണ്ടാക്കിയെന്ന് നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയി തന്നെ മനസ്സിലാക്കാം. പിണറായി വിജയൻ യൂടേൺ ചങ്കനായ കഥ വിശദമായി തന്നെ പരിശോധിക്കാം. ജനങ്ങളുടെ നെഞ്ചത്ത് മഞ്ഞക്കുറ്റിയടിച്ച സിൽവർ ലൈൻ പദ്ധതി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതായിരുന്നു പിണറായിയുടെ ഏറ്റവും വലിയ പ്രസ്റ്റീജ് വിഷയം. എന്നാൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വരെ മാത്രമേ ഈ ഷാഠ്യം തുടർന്നുള്ളൂ. തുടർന്ന് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ തിരിച്ചടിയോടെ ആ ആവേശം ആവിയായിപ്പോയി. ഇന്ന് ആ കുറ്റികൾ എവിടെ പോയി എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് ഉത്തരമില്ല. ഇത്തരത്തിൽ ആലോചനയില്ലാതെ എടുത്തു ചാടി ചതുപ്പിൽ വീഴുന്ന എത്രയെത്ര സംഭവങ്ങൾ. ഏറ്റവും ഒടുവിൽ നടന്ന സംഭവം തന്നെ ഉദാഹരണമായിട്ടെടുക്കാം. ആ പാരടിപ്പാട്ടിനെതിരെ കേസെടുക്കാൻ കാട്ടിയ തിടുക്കം നോക്കുക. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തോരാതെ പ്രസംഗിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ നാണം കെടുത്തിക്കൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്? ഇടത് ബുദ്ധിജീവികൾ പോലും സർക്കാരിനെ ഈ വിഷയത്തിൽ തള്ളി പറഞ്ഞില്ലേ? ഒടുവിൽ സർക്കാരിന് ഗത്യന്തരമില്ലാതെ കേസിൽ നിന്ന് പിന്മാറി മുഖം രക്ഷിക്കേണ്ടി വന്നു. പക്ഷേ അപ്പോഴേക്കും സംഭവിക്കാനുള്ള തട്ടുകേടുകൾ മുഴുവൻ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിദ്യാഭ്യാസ നയത്തിലെ ഇരട്ടത്താപ്പും VC നിയമനത്തിലെ കരണം മറിച്ചിലും ദേശീയ വിദ്യാഭ്യാസ നയത്തെ കാവ്യവൽക്കരണം എന്ന് വിളിച്ച് നാട് നീളെ പ്രസംഗിച്ച ശേഷം അതേ നയത്തിന്റെ ഭാഗമായ PM ശ്രീ പദ്ധതി പിൻവാതിലിലൂടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത് പിണറായി ഭരണത്തിന്റെ കാപട്യം തുറന്നു കാട്ടുന്നതായിരുന്നു. മുന്നണിയോ മന്ത്രിസഭയോ അറിയാതെ നടത്തിയ ഈ നീക്കം CPI പോലുള്ള ഘടക കക്ഷികൾ ബഹിഷ്കരണ ഭീഷണി മുഴക്കിയപ്പോഴാണ് പിൻവലിച്ചത്. ഗവർണറുമായി നടത്തിയ ഒത്തുതീർപ്പുകൾ മറ്റൊരു ലജ്ജാകരമായ അധ്യായമാണ്. ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ ഒടുവിൽ ഗവർണർക്ക് മുൻപിൽ മുട്ടുമടക്കേണ്ടി വന്നു. ഇത് പാർട്ടി അണികളെ പോലും വല്ലാതെ വേദനിപ്പിച്ചു കാണും. ആർക്കെതിരെയാണോ സമരം ചെയ്തത് അയാളെ തന്നെ VC ആക്കി വാഴിച്ചപ്പോൾ പാർട്ടിയുടെ ആദർശങ്ങൾ എവിടെ പോയി? സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങൾ അടിച്ചമർത്താൻ കൊണ്ടുവന്ന പോലീസ് നിയമ ഭേദഗതി രാജ്യത്തിൽ ആദ്യമായി ഒരു സർക്കാർ റിപ്പീലിംഗ് ഓർഡിനൻസ് വഴി പിൻവലിക്കേണ്ടി വന്ന നാണക്കേടിലേക്ക് കേരളത്തെ എത്തിച്ചു. വനനിയമ ഭേദഗതിയിലെ തുഗ്ലക് പരിഷ്കാരങ്ങൾക്കും ഇതേ വിധി തന്നെയായിരുന്നു. മദ്യനിർമ്മാണശാലകൾക്കും ബ്രൂവറികൾക്കും അനുമതി നൽകിയതിലെ കോടികളുടെ അഴിമതി പുറത്തു വന്നപ്പോൾ അതും റദ്ദാക്കി ഓടേണ്ടി വന്നു. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന പേരിൽ കൊണ്ടുവന്ന പരിഷ്കാരവും ഒടുവിൽ വഴിമുട്ടി നിന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലത്തെ യൂണിഫോം എന്ന സങ്കല്പവുമായി ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നില്ലേ അത്? ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഇന്ന് ആർക്കും വേണ്ടാതായിരിക്കുന്നു. വിവിധ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് അവിടെയും യൂടേൺ അടിച്ചോ. സ്പ്രിംഗ്ലർ കരാറിന്റെ ഡാറ്റ സുരക്ഷാ വീഴ്ച പുറത്തായപ്പോൾ ഹൈക്കോടതിക്ക് മുന്നിൽ ഉത്തരം മുട്ടിയ സർക്കാരിനെ കേരളം മറന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ്? പാർട്ടി അനുഭാവികൾ പോലും ഇന്ന് ചോദിക്കുന്നത് ഇതാണ്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും കോർപ്പറേറ്റ് ബുദ്ധിയുള്ള ഉപദേശികളും ചേർന്നെടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ പാർട്ടിയുടെ അടിത്തറ തന്നെ തകർക്കുന്നതാണ്. ഓരോ തവണയും മനോവീര്യം കാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന മുഖ്യമന്ത്രി ഒടുവിൽ ഓരോ ചതുപ്പിൽ ചെന്ന് വീഴുന്നു. VC നിയമനത്തിലെ ഒത്തുതീർപ്പിനെതിരെ CPM സംസ്ഥാന സമിതിയിൽ തന്നെ വിമർശനം ഉയർന്നത് മാറ്റത്തിന്റെ തുടക്കമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടത് ജനങ്ങളുടെ പ്രതിഷേധത്തെ പുല്ലുവില കൽപ്പിക്കുകയും അധികാര ഗർവ് കൊണ്ട് വായ മൂടിക്കെട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് ചരിത്രം മാപ്പ് നൽകിയിട്ടില്ല എന്നാണ്.
ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. ഇനിയും ഇത്തരം യൂടേണുകളും ജനവിരുദ്ധ നയങ്ങളും തുടർന്നാൽ ഷൈമോളുമാരും ബെഞ്ചോമാരും പ്രീതിമാരും അടങ്ങുന്ന സാധാരണക്കാർ ഈ ഭരണകൂടത്തെ ചരിത്രത്തിന്റെ ചവറ്റുകൂട്ടയിലേക്ക് വലിച്ചെറിയുന്ന കാലം വിദൂരമല്ല. ഇരട്ടച്ചങ്കൻ എന്നത് വെറുമൊരു വാക്കല്ലെങ്കിൽ അത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഉപയോഗിക്കേണ്ടത്, അല്ലാതെ ഓരോ അബദ്ധങ്ങൾ കാട്ടി ഒടുവിൽ മാളത്തിൽ ഒളിക്കാനല്ല.